ഇന്നത്തെ ടോപ്പിക് സിവിൽ നിയമലംഘനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധി നയിച്ച രണ്ടാമത്തെ വൻ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. പൂർണ്ണ സ്വരാജ് നേടിയെടുക്കുന്നതിനായി ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം തീരുമാനിച്ചിരുന്നു. ഈ പ്രക്ഷോഭത്തിൻ്റെ പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി ഗാന്ധിയെ ചുമതലപ്പെടുത്തി. അങ്ങനെ ലാഹോർ കോൺഗ്രസിൻ്റെ തീരുമാനപ്രകാരമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആവിഷ്കരിച്ചത്. അതിനുവേണ്ടിയുള്ള വിശദമായ കർമ്മപരിപാടികൾ ഗാന്ധി തയ്യാറാക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായവ ഇവയെല്ലാമായിരുന്നു: ഉപ്പു നിയമം ലംഘിക്കണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിയമ കോടതികൾ, നിയമനിർമ്മാണ സഭകൾ എന്നിവ ബഹിഷ്കരിക്കണം, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണം, വിദേശ വസ്ത്രങ്ങൾ അഗ്നിക്കിരയാക്കണം, ഗവൺമെൻറ്റിനു നികുതി നിഷേധിക്കണം, സ്ത്രീകൾ മദ്യശാലകൾക്ക് മുന്നിൽ ധരണ നടത്തണം,